ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരു വേദഭാഗം വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. നമുക്ക് ചേർന്ന് പാടാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. അത് മനുഷ്യൻ്റെ ആത്മമരണം മാറ്റുന്നതാണ്. അത് മനുഷ്യന് നിത്യജീവൻ തരുന്നതാണ്. നിത്യജീവൻ തന്ന് നിത്യമരണം നമ്മിൽ നിന്ന് മാറ്റി നിത്യജീവൻ തരുന്ന നിത്യജീവൻ്റെ വചനങ്ങളെയാണ് നാം കേൾക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അനുഗ്രഹീത ദൈവദാസന്മാരായിരുന്നു, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട ശ്രേഷ്ഠരായ ദൈവദാസന്മാരായിരുന്നു D.L. മൂഡി, C.H. സ്പർജൻ, ജോർജ് മുള്ളർ, ഹഡ്സൺ ടെയ്ലർ തുടങ്ങിയതായ ദൈവദാസന്മാർ. അവരിൽ ഏറ്റവും കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു ദൈവ പൈതലായിരുന്നു D.L. മൂഡി. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഭവനത്തിൽ ജനിച്ച് ചെരുപ്പ് കച്ചവടക്കാരനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു D.L. മൂഡി. എന്നാൽ D.L. മൂഡിയുടെ ജീവിതത്തിൽ ഭാഗ്യവശാൽ ദൈവവചനം കേൾക്കാൻ ഉള്ളതായൊരവസരം ലഭിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ മുറിയിൽ, ഒരു ചെറിയ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്നു കൊണ്ട് D.L. മൂഡി ദൈവത്തിന് വചനം കേൾക്കുകയായിരുന്നു. ഒരു സാധാരണ ദൈവദാസൻ ദൈവത്തിന് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവദാസൻ വചനം സംസാരിക്കുന്നതിനിടയിൽ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കൊണ്ട് ദൈവം ചെയ്യാനിരിക്കുന്നത് ഇനിയും ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു വാക്ക് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കൊണ്ട് ജീവനുള്ള ദൈവം ഈ ലോകത്തിൽ ചെയ്യാനിരിക്കുന്നതായ വൻ കാര്യങ്ങൾ ഇനിയും ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. ആ വാക്കുകൾ D.L. മൂഡിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. D.L. മൂഡിയുടെ ഹൃദയത്തെ ആ വാക്കുകൾ തൊട്ടുണർത്തി. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ D.L. മൂഡി ഇങ്ങനെ ഒരു തീരുമാനം ദൈവത്തോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് D.L. മൂഡി ക്രിസ്തുവിൻ്റെ ആ അത്ഭുത കരങ്ങളിലേക്ക് D.L. മൂഡിയുടെ ജീവിതം D.L. മൂഡി സമർപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അന്ന് D.L. മൂഡിയുടെ മാനസാന്തരത്തിൻ്റെ അനുഭവമായിരുന്നു. D.L. മൂഡിയുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി D.L. മൂഡി മാറുകയായിരുന്നു. D.L. മൂഡി ആഴമേറിയ ആത്മീയ സമർപ്പണങ്ങളിലേക്കും ആത്മീയ അനുഭവങ്ങളിലേക്കും കടന്നു വന്നു. D.L. മൂഡി എന്നും ദൈവസന്നിധിയിൽ തൻ്റെ ഇടം കൈയിൽ യൂറോപ്പിനെയും തൻ്റെ വലം കൈയിൽ അമേരിക്കയെയും കയ്യിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ആത്മാക്കൾ തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു എന്നറിയാമോ? നിരീക്ഷകർ പറയുന്നത് D.L. മൂഡിയുടെ ശുശ്രൂഷ കൊണ്ട് ഏകദേശം 20 ലക്ഷം ആത്മാക്കൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനിടയായി. 20 ലക്ഷത്തോളം ആത്മാക്കൾ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാനിടയായി. ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ മാനസാന്തര അനുഭവത്തിലേക്ക് വരാനിടയായി. D.L. മൂഡി ഫലം കായ്ക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു. നമുക്ക് ആദ്യം വായിച്ചു കേട്ടതായ വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ നമ്മിൽ പലരും മാനസാന്തരപ്പെട്ടവരായിരിക്കാം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നവരായിരിക്കാം. നിങ്ങൾ ഈ നിമിഷം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിക്കുമോ, ഞാനൊരു മാനസാന്തരപ്പെട്ട ദൈവവേദലാണോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദലാണോ? ഞാനൊരു വീണ്ടും ജനിച്ച ദൈവവേദലാണോ?
എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി കൈമാറിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവും നാഥനും എൻ്റെ ഉടയവനുമായി, എൻ്റെ യജമാനനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ ഞാൻ കൈക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുക. ഞാൻ വിശ്വസിക്കുന്നു അനേക ദൈവമക്കൾ ഈ വചനം കേൾക്കുന്നവർ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കുന്നുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന ഒരു ദൈവവേദലാണോ ഞാൻ? മാനസാന്തരത്തിന് അനുസൃതമായ ഒരു ജീവിതമാണോ ഞാൻ ഇന്ന് നയിക്കുന്നത്? മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനത്തിന്റെ വചനം കേൾക്കുവാൻ കടന്നു വന്ന യെരൂശലേമിലും യഹൂദ്യയിലുമുള്ള ആളുകളോടാണ് സ്നാപക യോഹന്നാൻ ഈ കാര്യം വിളിച്ചറിയിക്കുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീനെന്ന്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കണം. ഞാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുണ്ടോ? ഞാൻ മാനസാന്തരപ്പെട്ടവനാണെന്ന് അഭിമാനിക്കുന്നുണ്ട്. ഞാനൊരുപക്ഷെ സാക്ഷ്യം പറയുന്നുണ്ടായിരിക്കാം, ദൈവവചനം പറയുന്നവനായിരിക്കാം, ഭവന സന്ദർശനം നടത്തുന്നവനായിരിക്കാം, കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹത്തോടെ നിൽക്കുന്നവനായിരിക്കാം. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നിലുണ്ടോ? നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന് ദൈവം എന്തിനാണ് നിയമിച്ചിരിക്കുന്നത്? ഞാൻ ഫലം കായ്ക്കുന്ന ഒരു വിശ്വാസിയാകാനാണ്. നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന ഒരു വിശ്വാസിയായി, ഒരു ദൈവബദലായി ജീവിക്കാനാണ് ജീവനുള്ള ദൈവം എന്നെ തിരഞ്ഞെടുത്തതും എന്നെ വിളിച്ചതും എനിക്കൊരു മാനസാന്തരം തന്നതും എന്നെ വീണ്ടെടുത്തതും എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്, ദൈവം നിങ്ങളെ വിളിച്ചത് ഫലം കായ്ക്കുന്നൊരു മുന്തിരിവള്ളിയാകാനാണ്, ഫലം കായ്ക്കുന്നൊരു വിശ്വാസിയാകാനാണ്. പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ ഭവനത്തിൽ ഫലം കായ്ക്കുന്നുണ്ടോ? മകളെ, നീ നിന്റെ ഭവനത്തിൽ ഫലം കായ്ക്കുന്ന ഒരു അത്തിവൃക്ഷമാണോ, ഒരു മുന്തിരിവള്ളിയാണോ? നിന്റെ ജീവിതത്തിൽ നിന്ന് വരുന്നതായ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഞാനൊരു ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയാണോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എങ്ങനെയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. പുറമേ അവർ ആടുകളെ പോലെയാണ് ഇരിക്കുന്നത്, എന്നാൽ അകമേ അവർ കടിച്ച് കീറുന്ന ചെന്നായ്ക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണോ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്? പുറമേ നാം ആടുകളെ പോലെ വിനയമുള്ളവരും ശാന്തശീലരുമായിരിക്കാം, എന്നാൽ അകം കടിച്ചത് കീറുന്ന ചെന്നായുടെ സ്വഭാവമാണ് എനിക്കുള്ളത്. എൻ്റെ ഹൃദയം എങ്ങനെയുണ്ട്? പുറമേ ഞാൻ നല്ലവനാണ്, പുറമേ ഞാൻ ആത്മീയനാണ്, എന്നാൽ എൻ്റെ ഹൃദയം എങ്ങനെയുണ്ട്? കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവം എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ കടിച്ചു കീറുന്ന കോപ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടോ? പുറമെ കാണുന്നതായ ഈ ശാന്തത എൻ്റെ ഉള്ളിലുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ഈ ശാന്തതയും ഈ സൗമ്യതയും എൻ്റെ ഭവനത്തിലുണ്ടോ? എൻ്റെ ഭാര്യയുടെ മുമ്പിലുണ്ടോ? എൻ്റെ മക്കളുടെ മുമ്പിലുണ്ടോ? എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിലുണ്ടോ? എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിലുണ്ടോ? പുറമെ കാണുമ്പോൾ ഞാൻ കുഞ്ഞാടിനെ പോലെയാണ്, എന്നാൽ അകം കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവമാണ്. സഹോദര, നിന്റെ സ്വഭാവം അങ്ങനെയാണോ? പ്രിയപ്പെട്ട മകളെ, നിന്റെ സ്വഭാവം അങ്ങനെയാണോ? നീ ഒരു കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവമാണോ നിന്റെ ഹൃദയത്തിലുള്ളത്? പുറമെ നീ കുഞ്ഞാടാണ്, പുറമെ നോക്കിയാൽ ആരും ഒരു കുഴപ്പവുമില്ല, നീ ഒരു മാനസാന്തരപ്പെട്ടവനാണെന്നേ മറ്റുള്ളവർ പറയുകയുള്ളൂ, എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമുണ്ടോ? നീ ഫലം കായ്ക്കുന്നുണ്ടോ? പുറമേ ആടിനെ പോലെ കാണുന്നുവെങ്കിലും അകമേ കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവമാണ്.
പിന്നെ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവയെ തിരിച്ചറിയാം. പ്രിയപ്പെട്ട സഹോദര, എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ ഫലം കൊണ്ട് അവയെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. മകനെ, നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് നല്ല ഫലം പുറപ്പെടും. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദര, നീ സത്യമായിട്ടൊരു മാനസാന്തരത്തിലേക്ക് വന്നവനാണെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം വന്നിരിക്കും. എൻ്റെ ഉള്ളിൽ നിന്ന് ഫലം വരുന്നുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞാൻ കായ്ക്കുന്നുണ്ടോ? ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്നിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഫലം കിട്ടുന്നുണ്ടോ? എന്നിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നിൽ നിന്ന് സ്നേഹം നുകരാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഫലം കായ്ക്കുന്നൊരു വിശ്വാസിയാണോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിൽ നീ ഫലങ്ങൾ വരുന്നുണ്ടോ? എന്നിൽ നിന്ന് സ്നേഹം പുറപ്പെടുന്നുണ്ടോ? സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയം എനിക്കുണ്ടോ? എൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ശരീരം പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കൂട്ടായ്മയിലെ, അല്ലെങ്കിൽ എൻ്റെ സഭയിലെ, എൻ്റെ ഇടവകയിലെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ആത്മാർത്ഥമായിട്ട് നിറഞ്ഞ സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂടെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മനിറവെന്ന് പറയുന്നത്? എത്രയും ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ കൂട്ടായ്മയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആത്മനിറവ്? അത് സ്നേഹത്തിൻ്റെ നിറവാണ്, അത് വിശുദ്ധിയുടെ നിറവാണ്, അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ നിറവാണ് ആത്മനിറവെന്ന് പറയുന്നത്. ആത്മനിറവെന്ന് പറയുന്നത് ഏതെങ്കിലും വരങ്ങളല്ല, രോഗശാന്തി ശുശ്രൂഷയല്ല, ഏതെങ്കിലും കൃപാവരങ്ങളല്ല, പ്രവചന വരം ലഭിക്കുന്നതല്ല. ആത്മനിറവെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിറവാണ്, അത് വിശുദ്ധിയുടെ നിറവാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുന്നതാണ് ആത്മനിറവെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നാണ് സ്നേഹം നമ്മിൽ നിന്ന് വരികയുള്ളൂ. ഞാൻ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നിൽ സ്നേഹം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്നോട് അടുക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? ആത്യന്തികമായി എന്നോട് സംസാരിക്കുന്നവർക്ക്, എൻ്റെ അടുത്ത് വരുന്നവർക്ക്, എന്നോട് ഇടപെടുന്നവർക്ക് സ്നേഹം ലഭിക്കുന്നുണ്ടോ? സന്തോഷം ലഭിക്കുന്നുണ്ടോ? സമാധാനം ലഭിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന ഒരു കുടുംബനാഥനാണ്. നിന്റെ കുടുംബത്തിലുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹം നിന്നിലുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. വ്യാജമില്ലാത്തൊരു ഹൃദയം, വ്യാജമില്ലാത്തൊരു സ്നേഹം മകനെ നിന്റെ ഹൃദയത്തിലുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അവയവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ണുകളെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വസിച്ചാൽ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കാൻ കഴിയുകയുള്ളൂ. ഇത് നാം ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് സ്ഥിരമായിട്ട് വസിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് സ്വാഭാവികമായിട്ട് പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരാണോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കുന്നുണ്ടോ? എൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ നാവിന്മേൽ എനിക്ക് നിയന്ത്രണമുണ്ടോ? എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുണ്ട്? അത് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമാണോ? മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്നതാണോ? അതെയോ മറ്റുള്ളവരുടെ ആത്മീയം കെടുത്തിക്കളയുന്നതാണോ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിശ്വാസം കെടുത്തിക്കളയുന്ന വാക്കുകളാണോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്? നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കുവാൻ എൻ്റെ വായിലെ വാക്കുകൾ കൊണ്ട് കഴിയുന്നുണ്ടോ? അതെയോ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് അനേകരെ താഴ്ത്തിക്കളയുന്ന വാക്കുകളാണോ എൻ്റെ വായിൽ നിന്ന് വരുന്നത്? ഞാൻ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവനാണോ? ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും, ഓരോ സഹോദരീ സഹോദരന്മാരും ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ.
ഞാൻ ഫലം കായ്ക്കുന്നൊരു വിശ്വാസിയാണോ? അത് എൻ്റെ വാക്കുകളിൽ മാത്രമേ എൻ്റെ മാനസാന്തരമുള്ളൂ? എൻ്റെ സ്വഭാവത്തിൽ ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നിൽ നിന്ന് വരുന്നുണ്ടോ? നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മെ വിളിച്ചതും അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. അതെയോ ജഡത്തിൻ്റെ ഫലങ്ങളാണ് എന്നിൽ നിന്ന് വരുന്നത്? ഗലാത്യലേഖനം തന്നെ 5-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്താണെന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ, ജഡത്തിന്റെ പ്രവൃത്തികൾ, അത് ജഡത്തിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. എന്നിൽ നിന്ന് ആത്മാവിന്റെ ഫലമാണോ അതെയോ ജഡത്തിന്റെ ഫലമാണോ വരുന്നത്? എന്താണ് ജഡത്തിന്റെ പ്രവൃത്തികൾ? എന്താണ് ജഡത്തിന്റെ ഫലം? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദൊന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നിങ്ങൾ ദൈവവചനം വായിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്നിൽ നിന്ന് ജഡത്തിന്റെ ഫലങ്ങളാണോ പുറപ്പെടുന്നത് അതെയോ ആത്മാവിന്റെ ഫലമാണോ എന്നിൽ നിന്ന് പുറപ്പെടുന്നത്? ഞാൻ ഇന്നും ഒരു ജഡീകനാണോ അതെയോ ഞാനൊരു ആത്മീയനാണോ? ഞാനൊരു ആത്മീയനായി തീർന്നിട്ടുണ്ടോ? എന്നെ ദൈവം വിളിച്ചത് ഞാനൊരു ആത്മീയനാവാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കാനാണ്. ക്രിസ്തുവിൻ്റെ ഒരു അംബാസഡറായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ജീവനുള്ള ദൈവം എന്നെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവം ഒരു മാനസാന്തരം തന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു അംബാസഡറായി, യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ്. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആശ ഇതാണ്. നീ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിപുരുഷനായി ഭൂമിയിൽ ജീവിക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായി ക്രിസ്തുവിൻ്റെ സ്നേഹം പരത്തിക്കൊണ്ട് അനേകരെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനാണ് യേശുക്രിസ്തുവിനെ വിളിച്ചത്. മകനെ, നീ വിലയുള്ളവനാണ്. യേശുക്രിസ്തുവിനെ വിലയുള്ളവനായി കാണുന്നുണ്ട്. നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷ ദൈവത്തിനുണ്ട്. പ്രിയപ്പെട്ട യൗവനക്കാരാ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. നിന്നെക്കുറിച്ച് ജീവനുള്ള ദൈവത്തിന് വളരെ വലിയ പദ്ധതികളുണ്ട്. നീ അത് തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി കൈമാറുന്നുണ്ടോ? യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നുണ്ടോ? നിന്നിൽ നിന്നുകൊണ്ട് അവൻ അനേക വലിയ വേലകൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന ഒരു വാക്കുകളല്ല. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവനുള്ള ദൈവം നമ്മെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നിൽ നീ സ്നേഹത്തിൻ്റെ ഫലം കായ്ക്കുന്നുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം ആദ്യത്തെ ചില വാക്യം വായിക്കുമ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ഭാഷകളിൽ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ഈ നിറഞ്ഞ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹമില്ല എങ്കിൽ എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും. പ്രിയപ്പെട്ടവരെ, എനിക്ക് അന്യഭാഷ സംസാരിക്കാനുള്ള വരമുണ്ടായെന്നിരിക്കട്ടെ, പക്ഷെ സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. വെറും ഒച്ചപ്പാട് മാത്രമേ ഉള്ളൂ, പുറമേ കാണിക്കുന്ന ചില കോലാഹലങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം എന്നിലുണ്ടോ? വീണ്ടും തുടർന്ന് താഴോട്ട് വായിക്കാം നമുക്ക്. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഞാൻ ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസ വീരനാണെന്ന് പറഞ്ഞാലും, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടെങ്കിലും, പ്രവചന വരം എനിക്കുണ്ടെങ്കിലും, ഞാൻ ദൈവത്തിന് വചനം പറയുന്നവനാണെങ്കിലും, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്നിൽ നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന്. ഇത് ദൈവത്തിൻ്റെ വചനമല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുകയാണ്. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഭയത്തോടെ നിൽക്കുകയാണ്. ഞാനും ദൈവത്തിന് വചനം പറയാൻ ദൈവത്തിന് കൃപ ലഭിച്ച ഒരു എളിയ ദാസനാണ് ഞാൻ. എന്നാൽ ഈ നിറഞ്ഞ സ്നേഹം എന്നിലുണ്ടോ എന്ന് ഞാനും വേദനയോടെ എൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഈ തികഞ്ഞ സ്നേഹം എന്നിലുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഞാൻ നിറഞ്ഞവനാണോ? ഞാനും അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാനും അതിനുവേണ്ടി കൊതിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി യാചിക്കുകയാണ്.
കർത്താവേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. എന്നെയും നിന്റെ ആ ക്രൂശിലെ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ട്. സഹോദര, യേശു നിന്നെ കാണുന്നുണ്ട്. നീ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശു കാണുന്നുണ്ട്. ഒരുപക്ഷെ നീ വേദനയോടെയായിരിക്കും ഇത് കേൾക്കുന്നത്, ഒരുപക്ഷെ നിരാശയോടെയായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്, ഒരുപക്ഷെ രോഗിയായിട്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത്. എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്റെ അരികിലേക്ക് വരികയാണ്. ആ സ്നേഹം നിന്നിൽ നിക്ഷേപിക്കുവാൻ യേശു നിന്നിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. യേശു നിന്നെ ആശയോടെ വിളിക്കുകയാണ്. യേശു നിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. യേശു നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. യേശുവാണ് നിന്നെ വിളിക്കുന്നത്. നിന്റെ ഹൃദയം ഒന്ന് തുറക്കാമോ? നിന്റെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നിടാമോ? നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഒന്ന് തുറന്നിട്ട് യേശുവിനെ ഒന്ന് വിളിക്കാമോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രഹസ്യത്തിൽ വേറെ ആരും അറിയണമെന്നില്ല. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. ഈ ഹൃദയത്തിൽ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ നിന്റെ സ്നേഹമൊന്ന് നിറച്ചു തരണമേ. നിന്റെ സ്നേഹമെന്നിലൊന്ന് നിക്ഷേപിക്കണമേ. പ്രിയപ്പെട്ട യൗവനക്കാരാ, നീ പ്രാർത്ഥിക്കൂ. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. നീ ഒരുപക്ഷെ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ എന്തിനാണ് ജീവിക്കുന്നതെന്നായിരിക്കാം നീ ചിന്തിക്കുന്നത്. മകനെ, നീ അങ്ങനെ ചിന്തിക്കേണ്ട. നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. നിനക്ക് വേണ്ടി കാൽവറിയിൽ തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ച ഒരു യാഗമൃഗത്തെ പോലെ മരിച്ച് നിന്നെ സ്നേഹിച്ചൊരു യേശുവുണ്ട്. അവനാണ് നിന്നെ വിളിക്കുന്നത്. അവനാണ് നിന്നോട് സംസാരിക്കുന്നത്. ഈ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് ഏറ്റവും പ്രധാനം. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ആ എളിമ, ക്രിസ്തുവിൻ്റെ വിശുദ്ധി. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം ദാഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ടോ? കർത്താവേ, എനിക്ക് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിച്ച് യേശുക്രിസ്തുവിന് ഒരു വിശുദ്ധനായി ജീവിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഹൃദയത്തിലൊരു ആഗ്രഹം വരുന്നുണ്ടോ? നീ അതിനുവേണ്ടി കൊതിക്കുന്നുണ്ടോ? അത് സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അതിനാണ് അവൻ ക്രൂശിൽ മരിച്ചത്. ഈ സ്നേഹം നിന്നിൽ നിക്ഷേപിക്കാനാണ് അവൻ കാൽവറിയിൽ അവൻ്റെ സ്നേഹം മുഴുവൻ ഒഴുക്കി തന്നത്. വീണ്ടും വീണ്ടും നമുക്ക് താഴെട്ടൊന്ന് വായിച്ച് കേൾക്കാം. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, പ്രിയപ്പെട്ടവരെ, എനിക്കുള്ളതെല്ലാം, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ മറ്റുള്ളവർക്ക് ദരിദ്രർക്ക് കൊടുത്താലും, എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും, എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. എനിക്കൊരു പ്രയോജനവുമില്ല. നാം ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം വേലകൾ ചെയ്താലും, എന്തെല്ലാം ത്യാഗം സഹിച്ചാലും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം നിറയുന്നില്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം വളരുന്നില്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞു കവിയുന്നില്ല എങ്കിൽ, എന്നിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. പിന്നെ എന്താണ് സ്നേഹത്തിന് അനുഭവം? സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. സഹോദര, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആരോടെങ്കിലും എനിക്ക് ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും മറക്കാനുണ്ടോ? ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ കയ്പും വിദ്വേഷവും പരിഭവവും പരാതിയും ഇരിക്കുന്നുണ്ടോ? എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വരുമ്പോൾ മനഃപൂർവ്വം ക്ഷമിക്കാൻ കഴിയും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ മുതിർന്നു പോകാത്ത ഈ സ്നേഹത്തിന്റെ ഫലം നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് ഈ സ്നേഹത്താൽ നിറയണമെന്ന് ആഗ്രഹമുണ്ടോ? ആ സ്നേഹം നിങ്ങൾക്ക് തരുവാൻ ക്രൂശിലെ സ്നേഹം നിങ്ങൾ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുമോ? കാൽവറിയിലെ ആ സ്നേഹത്തിലേക്കൊന്ന് നോക്കുമോ? എനിക്ക് നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ടതായ സ്നേഹം, എല്ലാം വിട്ടുകളഞ്ഞതായ സ്നേഹം, എല്ലാം മറക്കുന്നതായ സ്നേഹം, എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തവനെ പോലെ എന്നെ സ്നേഹിച്ചതായ സ്നേഹം, എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ എന്നെ തന്നെ മകനാക്കി തീർത്ത സ്നേഹം, എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളൊന്നും എന്നോട് കണക്കിടാതെ എല്ലാം ക്ഷമിച്ചു തന്ന സ്നേഹം. പ്രിയപ്പെട്ട സഹോദര, ആ സ്നേഹമാണ് ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്. ആ സ്നേഹമാണ് നിന്റെ അരികിൽ വന്ന് നിൽക്കുന്നത്. ആ സ്നേഹമാണ് നിന്നെ ഓമനയായിട്ട് വിളിക്കുന്നത്. അവൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ഈ സ്നേഹത്തിൻ്റെ സ്വരം നീ കേൾക്കുന്നുണ്ടോ? ഈ സ്നേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ വെമ്പലോടെ നിൽക്കുന്നൊരു സമയമാണ്. ആ സ്നേഹം നിന്നോട് വാദിക്കുകയാണ്. ആ സ്നേഹം നിന്റെ ഹൃദയത്തിന് വാതുക്കൽ ഒന്ന് മുട്ടുകയാണ്. മകനെ, നിന്റെ ഹൃദയം ഒന്ന് തുറന്നു തരാമോ? ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, ഞാൻ നിന്റെ ഭാവി ഒന്ന് അനുഗ്രഹിക്കട്ടെ, ഞാൻ നിന്റെ കുടുംബത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ,
ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാം, ഞാൻ നിനക്ക് നിത്യജീവൻ തരാം, ഞാൻ നിന്റെ പാപം ക്ഷമിച്ചു തരാം, ഞാൻ നിന്റെ ശാപങ്ങൾ മുറിച്ചു തരാം, ഞാൻ നിനക്ക് നിത്യ സൗഭാഗ്യത്തിന് അനുഭവം തരാം, ഞാൻ നിന്നെ മണവാട്ടി സഭയുടെ ഒരു അംഗമാക്കി തീർക്കാം, ഞാൻ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാം. നീ മരിച്ചു കഴിയുമ്പോൾ ഞാൻ രണ്ടാമത് വരുമ്പോൾ നിന്നെയും കൊണ്ട് ഞാൻ പറന്നു പോയിക്കൊള്ളാം. ഈ സ്നേഹം നിങ്ങളെ വിളിക്കുകയാണ്, ഈ സ്നേഹം നിങ്ങളോട് സംസാരിക്കുകയാണ്, ഈ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. മകനെ, ഹൃദയം തുറക്കൂ, നീ യേശുവിനെ വിളിക്കൂ, യേശുവിന്റെ കുരിശിലേക്ക് നീ നോക്കൂ, യേശുവിന്റെ ബലിയിൽ നീ വിശ്വസിക്കൂ, യേശുവിന്റെ തിരുരക്തത്തിൽ നീ ആശ്രയിക്കൂ, നീ പാപത്തോട് യാത്ര പറയൂ. ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് അവനോട് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്വരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഫലം കായ്ക്കുന്ന ആത്മീയരായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഫലം കായ്ക്കുന്ന മക്കളാക്കിയവളെയാണ് അവിടെ നിങ്ങളെ തീർക്കണമേ. ഫലം കായ്ക്കുന്ന ക്രിസ്തുവിന് പ്രയോജനമുള്ള ദാസന്മാരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ മേൽ നിന്റെ കൃപ വ്യാപരിക്കണമേ. അവർ നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ഈ മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാട് ഞങ്ങൾ അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.